ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലൈനിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ലൈനിൻ്റെ തന്നെ ആദ്യത്തെ കുറച്ച് പോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് എങ്ങനെ ഇപ്പോൾ ഡിസ്റ്റൻസ് കൊടുത്ത് നമുക്കൊരു ഫിഗർ വരയ്ക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു പോർഷൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ അബ്സല്യൂട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, റിലേറ്റീവ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് കയറി നോക്കുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ഫിഗർ ഇവിടെ ഒരു എച്ച് ഷേപ്പ് ഇവിടെ കാണിച്ചേക്കുക. അപ്പോൾ ഇതിൽ ഈ ഡയമെൻഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്. ഇത് ഇത്രയും ടോട്ടൽ 20 ആണ്. അപ്പോൾ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ്, ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസും 10 ആണ്, ഇതും 10 ആണ്. അതുപോലെ താഴോട്ടുള്ള ഈ ഡിസ്റ്റൻസ് എല്ലാം 10 വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വെർട്ടിക്കൽ വരുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ വരച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് എനിക്കിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് പോയിന്റ് അവിടെ കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതിപ്പോൾ റൊട്ടേറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഹൊറിസോണ്ടലി തന്നെ വരയ്ക്കണമെങ്കിൽ F8 എന്നുള്ള നമ്മുടെ ഷോർട്ട് കീ ഉണ്ട്, F8 ഫംഗ്ഷൻ കീ. F8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നീ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് ഇതിനെ നിർത്താൻ പറ്റും. എന്നിട്ട് ഞാനിവിടെ ഡയറക്ഷൻ നോക്കുക. എനിക്കിപ്പോൾ ഈ റൈറ്റ് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് കർസർ വെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട വാല്യൂ ഇവിടെ 10 എന്നുള്ളതാണ്. അപ്പോൾ 10 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കത് സ്ക്രീനിൽ തന്നെ ആ ഒരു വാല്യൂ കാണണമെങ്കിൽ F12 എന്നുള്ള നമ്മുടെ ഫംഗ്ഷൻ കീ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ തന്നെ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് കാണാൻ പറ്റും. ഇനി എനിക്ക് മേളിലേക്ക് വേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇങ്ങോട്ട് എനിക്ക് വേണ്ടത് 10 ആണ്. അപ്പോൾ 10 കൊടുത്തു, എൻ്റർ അടിച്ചു. താഴേക്ക് ഇനി 10 ആണ്. 10 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി റൈറ്റിലേക്കാണ് വരേണ്ടത്. അവിടെയും 10 കൊടുത്തു, എൻ്റർ. ഇനി അടുത്തതാണ്ട് ഇവിടെ മേളിലേക്കാണ്. അവിടെ ഡിസ്റ്റൻസ് വന്നേക്കുന്നത് 30 ആണ്. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ മേളിലേക്ക് കാണിക്കുക, ഡിസ്റ്റൻസ് 30 എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇനി ലെഫ്റ്റിലേക്ക് എടുത്തു, ഡിസ്റ്റൻസ് 10 കൊടുത്തു, എൻ്റർ അടിച്ചു. താഴേക്ക് ഡയറക്ഷൻ കൊടുത്തു, ഡിസ്റ്റൻസ് 10 കൊടുത്തു, എൻ്റർ അടിച്ചു. ലെഫ്റ്റിലേക്ക് എടുത്തു, 10 കൊടുത്തു, എൻ്റർ അടിച്ചു. മേളിലേക്കും 10. ഇതുപോലെ ഇപ്പോൾ ഈ 10 എന്ന് പറഞ്ഞ് ഇതുപോലെ ഫിഗർ കിട്ടാൻ വേണ്ടിയാണ് ആ വാല്യൂ കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് എന്ത് ഡിസ്റ്റൻസ് ആണോ വേണ്ട ആ ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ ഒന്നിൽ എനിക്ക് ഇവിടെ ആ ഒരു നമ്മുടെ ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. DS എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞതാണ്ട് ഇതുപോലെ നമുക്ക് എൻ പോയിന്റ് എന്നൊക്കെ കാണിച്ചു തരും. അപ്പോൾ അത് ഓൺ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം നമുക്ക് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഇതെങ്ങനെയാണ് ഓൺ ആക്കുന്നതെന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തേക്കുക. ഞാൻ നേരെ ഇപ്പം എനിക്ക് അതല്ല ഡിസ്റ്റൻസ് കൊടുക്കാനാണെങ്കിൽ ജസ്റ്റ് 30 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിതിനെ ജോയിൻ ചെയ്ത് ആ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഇതാണ്ട് ഇവിടെ റിബണിൽ ലീനിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് ജസ്റ്റ് നമുക്ക് വേണ്ട പോയിന്റുകൾ ക്ലിക്ക് ചെയ്താൽ അതിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്ര ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന രണ്ട് പോയിന്റിനിടയിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ കാണിച്ചു തരുന്നത്. അതിപ്പോൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എങ്ങനെ ഏത് രണ്ട് പോയിന്റുകളാണോ ക്ലിക്ക് ചെയ്യുന്ന ആ പോയിന്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ നേരിട്ട് ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ഒരു രീതിയിൽ വരച്ചു പോകാൻ പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷനാണ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പം പോയിന്റുകളാണ്. അതായത് ഇപ്പം ഇതാണ്ട് ഈ കാണിച്ചേക്കുന്നതിനോട്ട് XY എന്നുള്ള പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ആദ്യം വരുന്നത് അബ്സല്യൂട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ സിൻടാക്സ് XY എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് എങ്ങനെ ഈ ഒരു കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് ജസ്റ്റ് നോക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് കയറി ഒന്ന് നോക്കുക. അപ്പോൾ ഈ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ അത് ഉപയോഗിച്ചിട്ട് വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അബ്സല്യൂട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എനിക്ക് ഇങ്ങനെയാണ് പോയിന്റ് തന്നേക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ ABCD എന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓരോ പോയിന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പോയിന്റ് 00 എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അത് L ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ
ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത് 0 0 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പോയിന്റ് കൊടുക്കുക 0, 0 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നാട് ഈ ലൈൻ തുടങ്ങുന്നത് നമ്മുടെ ഒറിജിൻ എവിടാണോ ആ ഒരു പോയിന്റിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഒറിജിൻ എവിടാണോ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഇത് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തിരിച്ചു വന്നിട്ട് ജസ്റ്റ് ചെയ്യാൻ നോക്കുവാണെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് പോയിന്റ് 0 0 എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ L ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് 0, 0 എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ എപ്പോഴും 0, 0 എന്ന് വെച്ചാൽ ഒറിജിൻ അല്ലേ, അപ്പോൾ ഒറിജിനിൽ നിന്നായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ബി എന്ന് പറഞ്ഞ പോയിന്റ് വന്നേക്കുന്നത് 10, 0 എന്ന്. നമ്മൾ 10 ആദ്യം ടൈപ്പ് ചെയ്യുക, കോമ കൊടുക്കുക, 0 കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന രീതിയിലാണ് ഈ കാർട്ടീഷ്യൻ അബ്സല്യൂട്ട് കാർട്ടീഷ്യനകത്ത് വരുന്നത്. അപ്പോൾ ഈ 10, 0 എന്നുള്ള പോയിന്റ് വരുന്നത് ഇപ്പം നമ്മൾ ഇത് ഗ്രാഫ് പേപ്പറായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ ഒറിജിനിൽ നിന്ന് 10 എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡയറക്ഷനിൽ വന്നേക്കുന്നത്. അടുത്ത പോയിന്റ് പറഞ്ഞേക്കുന്നത് എത്ര? 10, 10 എന്നാണ്. അപ്പോൾ നമ്മൾ അടുത്തത് 10, 10 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഈ 10, 10 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണോ വരുന്നത് ആ പോയിന്റിലേക്കായിരിക്കും ഇപ്പോൾ ഈ 10, 0 എന്ന് 10, 10 എന്നുള്ള ഓപ്ഷൻ ആ പോയിന്റിലേക്കായിരിക്കും നമ്മുടെ കർസർ അടുത്തായിട്ട് പോകുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ കാണിച്ചേക്കുന്ന ഓരോ പോയിന്റുകളും നമുക്ക് അവിടോട്ട്, ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ആ ഫിഗറിന് അടുത്തേക്ക് ഇടാം. എന്നാണ് ഇവിടെ കിടക്കുവാണെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ എനിക്കിനി ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ വീണ്ടും ലൈൻ എന്നുള്ള എടുത്തു, ലൈൻ എന്ന് എടുത്തിട്ട് ഈ ഒരു എൻഡ് പോയിന്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്തത് ഇവിടെ എനിക്ക് അടുത്ത വേണ്ട പോയിന്റ് എന്ന് പറയുന്നത് 20, 0 എന്നാണ്. അപ്പോൾ 20, 0 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അടുത്ത പോയിന്റ് 20, 0 എൻ്റർ അടിച്ചു. അങ്ങനെ ആ പോയിന്റുകൾ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, കോമ കൊടുത്ത് അടുത്ത പോയിന്റ് കൊടുക്കുക. അങ്ങനെ ഇത് ഈ പറയുന്ന പോയിന്റുകളെ ജോയിൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഈ നേരത്തെ കണ്ട സെയിം ഫിഗറിനെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് നമ്മൾ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് വരയ്ക്കുക എന്ന് പറയുന്നത്. അതിനെ കോർഡിനേറ്റ് മെത്തേഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇതുപോലെ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റുകളെ ജോയിൻ ചെയ്ത് ഒരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ അബ്സല്യൂട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് വരയ്ക്കുന്നതുകൊണ്ടാണ് ഒറിജിനിൽ നിന്ന് തുടങ്ങിയേക്കുന്നത്. ഇതുപോലെ നമ്മൾ ആ ഒരു ഗ്രാഫ് പേപ്പറിൽ എങ്ങനെ വരയ്ക്കുന്നോ ആ രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകൾ കാര്യങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് റെഫർ ചെയ്തേക്കുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ 0, 30 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് ആണ് വന്നേക്കുന്നത്. ഇനി എനിക്ക് തിരിച്ച് ഇവിടെ ഇപ്പോൾ ഒറിജിനിലേക്ക് തന്നെയാണ് വരണ്ടെങ്കിൽ 0, 0 എന്ന് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു ഒറിജിൻ 0, 0 ഒന്നും എടുക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു ലൈൻ എടുത്തു. എന്നിട്ട് ഞാനിവിടെ ഫസ്റ്റ് പോയിന്റ് ഇപ്പോൾ ഒരു 50, 50 കൊടുത്തെന്ന് വെച്ചോ. എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പോൾ ഈ 50, 50 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണോ വരാൻ സാധ്യതയുള്ളൂ അവിടെ ആയിരിക്കും ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നിന്ന് എനിക്കിപ്പോൾ 100, 100ലേക്കാണ് പോകേണ്ടതെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് 100, 100 എന്ന് കൊടുത്താൽ ഈ 100 എവിടാണോ 100, 100 എന്ന് പറഞ്ഞ പോയിന്റ് എവിടാണോ വരുന്നത് അവിടേക്കായിരിക്കും ലൈൻ വരുന്നത്. ഈ 100, 100 എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള എക്സ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 100 ആയിരിക്കും. അതുപോലെ ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള വൈ ഡിസ്റ്റൻസും 100 എന്ന് തന്നെ ആയിരിക്കും. അതുപോലെ 50, 50 എന്ന് വെച്ചാൽ എക്സ് ഡിസ്റ്റൻസും 50 ആണ്, അതുപോലെ വൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും 50 ആയിരിക്കും. എക്സ് ഡിസ്റ്റൻസും 50 ആണ്, വൈ ഡിസ്റ്റൻസും 50 ആണ്. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന പോയിന്റുകൾ ജോയിൻ ചെയ്തായിരിക്കും ഈ കോർഡിനേറ്റ് മെത്തേഡിനകത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ അബ്സല്യൂട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ളത് ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് റെഫർ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് വരച്ച് നോക്കുക. ഓക്കെ ദെൻ, താങ്ക് യു.